കൊടുക്കണേ ഇത് നിങ്ങൾക്ക് കേൾക്കണോ? ഇബ്നു തൈമിയ്യ എല്ലാ സലഫികൾക്കും അത് എല്ലാ മുത്തൻവാദികൾക്കും സുസമ്മതനാണ്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു മയ്യിത്തിന് വേണ്ടി മയ്യിത്തിന്റെ ആളുകൾ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം കിട്ടുമോ? അതുപോലെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതൊക്കെ ചൊല്ലിയിട്ട് ഹദിയ ചെയ്താൽ ഇദാഹുദാഉൽ മയ്യിത്ത് യസ്റുലി തവാബു അംല അതിന്റെ ഓതി ഹദിയ ചെയ്താൽ പ്രതിഫലം കിട്ടുമോ? ഇല്ലേ? അപ്പോൾ എന്ത് ദിക്ർ ചെയ്യാനും മയ്യിത്തിന് വേണ്ടി ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം മയ്യിത്തിലേക്ക് എത്തുന്നതാണ്, മയ്യിത്തിന്റെ അതിന്റെ കൂലി കിട്ടുന്നതാണ്. ഇനിയും നമുക്ക് കാണാൻ കഴിയും. ഞാൻ വിവരിക്കുന്നില്ല. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് 70,000 ജനാപാടിന് 70,000 അത് വെച്ചോട്ട് അത് എന്തായാലും 70,000 ദിക്ർ ചൊല്ലിയാലും 70 ദിക്ർ ചൊല്ലിയാലും ഇതൊന്നും നബിതങ്ങളുടെ ശരീരയിൽ പെട്ടതല്ല. നബിതങ്ങളുടെ ശരീരയിൽ പെട്ടതാണ് എന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. എനിക്കട്ടോ ഇബ്നു തൈമിയ്യയുടെ മജ്മുഅത്തുൽ ഫതാവ 24-ാം വാള്യം 323-ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കും. 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആളെപ്പറ്റി ഇബ്നു തൈമിയ്യയോട് ചോദിക്കപ്പെട്ടു. വഹദാഉൽ മയ്യിത്ത് യകൂനു ബറാഅത്തൻ ലിൽ മയ്യിത്ത് മിനൻ നാരി ഹദീസ് സഹീഹുൻ അം ലാ. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 ചൊല്ലിയിട്ട് ഹദിയ ചെയ്താൽ അത് മയ്യിത്തിന് അവരുടെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുമെന്ന് ഒരു ഹദീസിൽ കാണുന്നുണ്ട്. ആ ഹദീസ് സഹീഹാണോ? അല്ലേ? വൈദാ ഹല്ലൽ ഇൻസാനു വഹദാഉൽ മയ്യിത്ത് യസ്ലുലി തവാബുഹു അം ലാ. മയ്യിത്തിന് ഇതിന്റെ പ്രതിഫലം ഹദിയ ചെയ്താൽ എത്തുമോ? ഇല്ലേ? ഫഅജാബ ഇബ്നു തൈമിയ്യയുടെ മറുപടി ഇദാ ഹല്ലൽ ഇൻസാനു ഹദാ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ 70,000 ഔ അഖല്ല ഔ അക്തർ, അതിൽ കൂടുതലോ കുറവോ? അയ്യാൾ പറഞ്ഞെങ്ങനെയാ 70-ഓ 700-ഓ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ അറിയുന്നു 70-ഓ 700-ഓ എത്ര ചൊല്ലിയാൽ മയ്യിത്തിലേക്ക് അതിന്റെ പ്രതിഫലത്തെ ഹദിയ ചെയ്യപ്പെട്ടാൽ അതിന്റെ ഫലം അല്ലാഹു അദ്ദേഹത്തിന് മയ്യിത്തിന് നൽകുന്നതാണ് എന്ന് ഇബ്നു തൈമിയ്യ പറയുന്നു. പക്ഷേ തലശ്ശേരിയിൽ നടന്നു വരുന്ന ഇത്തരം ആചാരങ്ങളെ ഈ ഇറക്കിയാണ് ചോദ്യം ചെയ്യുകയാണ്. മുസ്ലിം സമൂഹം പെട്ടുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ശറഹുൽ മദ്ഹബിന്റെ 5-ാം വാള്യം 311-ാമത്തെ പേജിലുള്ളത് കൂടെ ഞാൻ വായിക്കട്ടെ. വയുസ്തഹബു സുന്നത്താണ് അൻ യുഖറാ മിനൽ ഖുർആനി മാ തയസ്സറ വയദഉ ലഹും അഖിബഹ. മയ്യിത്തിന് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരൽപമെങ്കിലും ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുന്നത് സുന്നത്താണ്. നസ്സ അലൈഹി ശാഫിഈ ഇത് ശാഫിഈ ഇമാം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. വത്തഫഖ അലൈഹിൽ അസ്ഹാബ് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർക്ക് അതിൽ തർക്കമേ ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ ശറഹു മുസ്ലിമിൽ നമുക്ക് ഞാൻ നേരത്തെ വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു. ഇതുപോലെ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾ മാത്രം വായിച്ചാൽ ഇന്ന് അസ്റായാലും മഗ്‌രിബായാലും നമ്മുടെ പരിപാടി തീരില്ല എന്നതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. എന്നാലും ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥവും കൂടി ഞാൻ വായിക്കുന്നതിന്റെ CD കേൾക്കുന്നവരിൽ പലപ്പോഴും എനിക്ക് വേദന തോന്നുന്നു. ഒരു ദിവസം തറാവീഹ് നിസ്കാരത്തിന്റെ ശേഷം ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരു നല്ല മനുഷ്യൻ, ഒരു പ്രായമുള്ള ആള് എന്റെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇത് ഇന്ന് നിങ്ങൾ പറഞ്ഞത് നന്നായി. എന്റെ മകള് മുജാഹിദിന്റെ ക്ലാസ്സിന് പോയി തിരിച്ചു വന്നപ്പോ എന്നോട് പറയുന്നത് മരിച്ചാൽ വേണ്ടി ഖുർആൻ ഓതിയാൽ ഒരു ഗുണവും ഇല്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞത് നന്നായി എന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരം സഹോദരിമാര് വെറുതെ പോയി പൂർവ്വകാലം മുതലേ മുസ്ലിം സമൂഹം ചെയ്തു വരുന്ന ഈ സൽക്കർമ്മങ്ങളെ നിഷേധിക്കുന്ന പുത്തൻ കൂറ്റുകാരുടെ ക്ലാസുകൾ കേട്ട് നശിച്ച് ഈമാനും ഹിദായത്തും നശിച്ച് അവർ തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ നാമകം എന്ന പുസ്തകത്തിൽ അവർ വലിയ പണ്ഡിതനായി പരിചയപ്പെടുത്തിയ 4 മദ്ഹബിന്റെ ഇമാമുകളെയും കവച്ചു വെക്കുന്ന പാണ്ഡിത്യമുള്ള ആളാണെന്നും സർവ്വവിജ്ഞാന കോശമാണെന്നും പറഞ്ഞ ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ 378-ാമത്തെ പേജിൽ പറയുന്നു, അന്ന സവാബൽ ഇബാദാത്തിൽ ബദനിയ്യത്തി മിനസ് സ്വലാത്തി വൽ ഖിറാഅത്തി വഗൈരിഹിമാ. മയ്യിത്ത് ഒരാള് ശരീരം കൊണ്ട് ചെയ്യുന്ന നിസ്കാരം, ഖുർആനോത്ത്, ദിക്റുകൾ മറ്റെല്ലാം യസിലു ഇലൽ മയ്യിത്തി അതിന്റെ പ്രതിഫലം മയ്യിത്തിന് ലഭിക്കുന്നതാണ്. കമാ
മയ്യിത്തിന് വേണ്ടി ധർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്നതിൽ തർക്കമില്ലാത്തതുപോലെ ഇതാണ് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകളുടെ അഭിപ്രായം. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഈ വിവരിച്ചതാണ് സത്യം. മരിച്ചാൾക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ പ്രതിഫലം കിട്ടുമെന്നതാണ് സത്യം. അതിന് ഖുർആനിലും ഹദീസിലും എത്രയോ തെളിവുകൾ ഉണ്ട്. ഇതല്ലാത്ത മറ്റു സ്ഥലങ്ങളിലും എന്റെ ഗ്രന്ഥങ്ങളിൽ ഞാൻ അത് വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇമാമുകളും, ഇനി ഞാൻ പറയട്ടെ, ലോക പ്രശസ്ത പണ്ഡിതനാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. ആ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥം വായിക്കുന്ന തഫ്സീറുർ റാസി വായിക്കുന്ന ആളുകളോട് വസിയത്ത് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഒരു മകൻ പെട്ടെന്ന് മരിച്ചുപോയി. എന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്റെ കിതാബ് വായിച്ച് എന്റെ കിതാബ് പഠിച്ച് ഇതിൽ നിന്ന് ഇൽമ കരസ്ഥമാക്കുന്ന എന്റെ ഈ ഗ്രന്ഥം ഉപകരിക്കുന്ന എല്ലാ ജനങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യട്ടെ, എന്റെ തഫ്സീർ ആരാണോ വായിക്കുന്നത് അവരെന്റെ പേരിലും എന്റെ പ്രിയപ്പെട്ട മകൻ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്, ആ വേദന കടിച്ചിറക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഗ്രന്ഥം എഴുതിയത്, ആ മകന് വേണ്ടിയും ഫാത്തിഹ സൂറത്ത് ഓതേണ്ടതാണ്. റാസിയിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്ന കക്ഷികൾ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ തൊടാൻ പോലും അവർക്ക് അവകാശമില്ലെന്നാണ് ഇമാം റാസി തങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ട മകനും എനിക്കും വേണ്ടി ഫാത്തിഹ ഓതണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നുവെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട മുസ്ലിം സമൂഹം ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം, ആരാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു? മുജദ്ദിദുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന വലിയ പരിഷ്കർത്താവായിരുന്നില്ലേ? ലോകം കണ്ട പണ്ഡിതന്മാരിൽ വലിയ മഹാനായിരുന്നില്ലേ? എത്ര ഗ്രന്ഥങ്ങളാണ് അവിടുന്ന് രചിച്ചത്? ഇന്ന് കേരളത്തിൽ കാണുന്ന തഫ്സീർ ഗ്രന്ഥങ്ങൾ അതിലേറ്റവും കൂടുതൽ വാല്യമുള്ളത് തഫ്സീർ റാസിയല്ലേ? ബഹുമാനപ്പെട്ടവരുടെ മഫാത്തിഹുൽ ഗൈബ് എന്ന പേരിൽ അറിയപ്പെടുന്ന 32ഓളം വാല്യമുള്ള തഫ്സീറല്ലേ? ഇത് നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആ ഇമാം റാസി തങ്ങൾ എന്റെ പേരിലും എന്റെ പ്രിയപ്പെട്ട മകന്റെ പേരിലും നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതി ഹദിയ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ മുസ്ലിം സമൂഹം ചിന്തിക്കണം, നമ്മൾ ആരെയാണ് സ്വീകരിക്കേണ്ടത്? ഷാഫി ഇമാമിനെയാണോ, ഇമാം റാസിയെയാണോ, ഇമാം നബവി തങ്ങളെയാണോ, അങ്ങനെ ഞാൻ ഇവിടെ ഉദ്ധരിച്ച പണ്ഡിതന്മാരെയാണോ? അതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മയ്യിത്തിന് സുഗന്ധം പൂശേണ്ടത് സുജൂദിന്റെ അവയവങ്ങളിലാണെന്ന് പച്ചയായി ഭാഗ്യങ്ങൾ പറഞ്ഞത് അതൊക്കെയും വലിച്ചെറിഞ്ഞ് വുദൂഇന്റെ അവയവങ്ങളിലാണെന്ന് സ്വയംകൃത മതത്തിന്റെ ആശയം പറഞ്ഞ ആളുകളെയാണോ സ്വീകരിക്കേണ്ടത് എന്ന് ഈമാനും തഖ്വയുമുള്ള തറവാടിത്തമുള്ള മുസ്ലിം സമൂഹത്തോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്താൻ പറയുകയല്ല. ഇമാമുകളൊക്കെ ഇത് ചെയ്തതിന്റെ പേരിൽ നരകത്തിൽ പോയോ? എങ്കിൽ ആ നരകമാണ് നമുക്ക് വേണ്ടത്. ഷാഫി ഇമാം നരകത്തിലേക്കാണോ? ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ ഇമാമിങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വാപ്പമാർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന അബ്ദുള്ള മുസ്ലിയാർ, ആ മഹാനവറുകൾ നരകത്തിലാണോ? പുതുമിത്തങ്ങൾ നരകത്തിലാണോ? അടിയത്ത് ഉസ്താദ് നരകത്തിലാണോ? അങ്ങനെ തുടങ്ങി ഇവിടെ മമ്മുഖാദി നരകത്തിലാണോ? ആ നരകമാണ് നമുക്ക് വേണ്ടതെന്ന് ഉറപ്പിക്കുന്ന ഈമാൻ, അതാണ് ശരിയായ അഖീദ, അതാണ് ശരിയായ യഖീൻ. ഏതെങ്കിലും അല്ലറ ചില്ലറ പുസ്തകങ്ങൾ വായിച്ച് വാദോരാതെ പ്രസംഗിക്കാൻ പഠിച്ച് ആളുകളെ കബളിപ്പിക്കുന്ന ഇത്തരം ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ട് ദീനും അല്ലാഹുവിന്റെ ഇസ്ലാം മതവും വലിച്ചെറിഞ്ഞ് പൂർവീകരെ വലിച്ചെറിഞ്ഞ് കണ്ടവന്റെ പിന്നാലെ പോയാൽ ഞാൻ പരിശുദ്ധ ഖുർആനിൽ തുടക്കത്തിൽ വെച്ച ആയത്ത് നമുക്ക് താക്കീതാണ്. പൂർവകാലം മുതൽ മുസ്ലിം സമുദായം അനുഷ്ഠിച്ചാചരിച്ചു വരുന്ന ആ ആശയങ്ങളിൽ നിന്ന് ആരെങ്കിലും മാറി ചിന്തിച്ചാൽ അവൻ ഏറ്റെടുത്ത നാം അവനെ വഹിപ്പിച്ച് അവരെ ജഹന്നമായ നരകത്തിലേക്ക് നാം വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ ആ രൂപത്തിലെറിയപ്പെടുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. ഈ ഇമാമീങ്ങളുടെ കൂടെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് ഉദ്ഘാടനം ചെയ്തു സ്വർഗീയാരാമത്തിലേക്ക് ജനങ്ങൾ ആനയിക്കുമ്പോൾ അതിൽ ഒരു കണ്ണിയാകണമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഇമാം
തങ്ങളുടെ